ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം റിലീസായി ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച തിരളത്തി ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് ബദലഹയം കുടുംബ യൂണിറ്റ്. നിവിൻ പോളി നായകനായി ഗിരീഷ് ഷേഡി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമ ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിങ്ങനെ 3 പേരാണ് നിർമ്മിച്ചിട്ടുള്ളത്. മമിത ബൈജു, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, ശ്യാം മോഹൻ, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രം ഉത്രാട ദിനവും 5-ാം ദിവസം കൂടിയായ ചൊവ്വാഴ്ചയിലേക്കാണ് എത്തി നിൽക്കുന്നത്. നിലവിൽ തിയേറ്ററിലെത്തിയിരിക്കുന്ന വിവിധ സിനിമകളിൽ ഓണം ഹിറ്റായി മാറിയിരിക്കുന്നത് ബദലഹയം കുടുംബ യൂണിറ്റ് എന്ന സിനിമ തന്നെയാണ്. ഈ സിനിമ ഞായറാഴ്ച വരെയുള്ള ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 18,36,00,000 രൂപയും ഇന്ത്യൻ ഗ്രോസായി 25,07,00,000 രൂപയും കളക്ട് ചെയ്തിരുന്നു. വേൾഡ് വൈഡ് ഗ്രോസായി ആദ്യ 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 64,88,00,000 രൂപയുമാണ്. ഇനി 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്നലെ കേരളത്തിൽ 7 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 25,36,00,000 രൂപയാണ് ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 4 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസായി 80 കോടി റേഞ്ചിലും സിനിമ എത്തിച്ചേർന്നിട്ടുണ്ട്. 5-ാം ദിവസമായ ഉത്രാട ദിനം കൂടിയായ ഇന്ന് ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് അഡ്വാൻസ് ബുക്കിലൂടെ പ്രീസെയിലായി സിനിമ കേരളത്തിൽ 4,94,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ബദലഹയം കുടുംബ യൂണിറ്റ് എന്ന മലയാള ചിത്രത്തോടൊപ്പം ഓഗസ്റ്റ് 21 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തെലുങ്ക് സിനിമയാണ് ഇരുമുടി. ശിവ നിർവാണ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രവി തേജ, പ്രിയ ഭവാനി ശങ്കർ, സ്വാസിക, ബേബി നക്ഷത്ര, സായി കുമാർ എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 7,50,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ തിങ്കളാഴ്ച കൂടിയായ ഇന്നലെ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 13,50,00,000 രൂപയായിരുന്നു. വിദേശത്ത് 1.5 കോടി രൂപയും ഇന്നലെ കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ഗ്രോസായി 15 കോടി രൂപയാണ് ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 93 കോടി രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്ന് ചൊവ്വാഴ്ചയോടെ ഈ സിനിമ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെടുന്നതാണ്. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച ഓണം റിലീസായി തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ഖലീഫ. സിനിമയുടെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കൃത്യമായ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 12,26,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 1,02,00,000, തമിഴ്നാട്ടിൽ 38,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 7,50,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 31,50,000 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി ഖലീഫ 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 14,05,00,000 രൂപയാണ്. വിദേശത്ത് $1.68 മില്യൺ, ഏകദേശം 16,14,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ 30,19,00,000 രൂപയാണ് ആദ്യ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. ഇനി 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്നലെ കേരളത്തിൽ 1,07,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 13,33,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 32 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. അതേസമയം ഉത്രാട ദിനം കൂടിയായ ചൊവ്വാഴ്ച കേരള പ്രീസെയിലായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 36,00,000 രൂപയാണ്. സൂര്യനായകനായി വെങ്കി അല്ലൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി പോസിറ്റീവ് അഭിപ്രായം നിലനിർത്തി ഇപ്പോഴും മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നോട്ട് പോകുന്ന തമിഴ് സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ഈ സിനിമയുടെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസത്തെ വിശദമായ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട് കളക്ഷനായി 49,73,00,000 രൂപയാണ് 10 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇവിടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 40 കോടി രൂപയ്ക്കാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഈ സിനിമ വിജയം വരിക്കാൻ സാധ്യത കുറവാണ്. തെലങ്കാനയിൽ 28,12,00,000 രൂപയും ആന്ധ്രയിൽ 25,14,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 53,26,00,000 രൂപയാണ് തെലുങ്ക് കളക്ഷൻ. കർണാടകയിൽ 15,43,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 7,30,00,000 രൂപയാണ്. നോർത്ത് ഇന്ത്യ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ 1,67,00,000 ഉൾപ്പെടെ 127,37,00,000 രൂപയാണ് 10 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് $6.08 മില്യൺ കളക്ട് ചെയ്തത്, അതായത് 58,26,00,000 രൂപ. ടോട്ടൽ 185,63,00,000 രൂപയാണ് ലോകമെമ്പാടുമായി 10 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം കേരളം, തമിഴ്നാട് എന്നിവ ഒഴിച്ച് ആന്ധ്ര, തെലങ്കാന, കർണാടക, ഹിന്ദി ബെൽറ്റ്, GCC ഓവർസീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സിനിമ ഹിറ്റായി മാറിയിട്ടുണ്ട്. അതേസമയം 11-ാം ദിവസം കൂടിയ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 13,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 7,43,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. കേരളത്തിൽ വിജയിക്കാൻ ഈ സിനിമ കളക്ട് ചെയ്യേണ്ടത് 8,25,00,000 രൂപയാണ്. ഇന്നലെ തിങ്കളാഴ്ച വേൾഡ് വൈഡ് ഗ്രോസായി 4 കോടി റേഞ്ചിൽ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി 189 കോടിക്ക് മുകളിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. വിസ്മയ മോഹൻലാൽ നായികയായി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് തുടക്കം. ഈ സിനിമ 18-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 16,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 18 ദിവസം കൊണ്ട് കേരളത്തിൽ 23,70,00,000 രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 43,15,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഉത്രാടപ്പാച്ചിലാണ്. അതോടൊപ്പം ഇന്ന് നബിദിനം കൂടിയാണ്. തിരക്കിനിടയിൽ എല്ലാവർക്കും ഓണാശംസകളും നബിദിനാശംസകളും നേരുന്നു. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.